Hello, all my dears. Welcome back to your YouTube channel, Universe of Tarot. Nalvan. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലായിട്ട് റീഡിങ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം കാണുക. അപ്പോൾ റീഡിങ്സിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ചില ആൾക്കാർക്ക് ഇപ്പം നമ്മളുടെ സ്ഥിരം വ്യൂവേഴ്സിന് ചില ആൾക്കാർക്ക് ചില സമയങ്ങളിൽ ഇത് ഇംഗ്ലീഷിൽ ചിലപ്പം ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് ആയിട്ട് അനുബന്ധിച്ച് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. പല ആൾക്കാരും അങ്ങനെ വന്ന് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് മലയാളത്തിൽ നമ്മുടെ വീഡിയോ ചെയ്യാമോ എന്നുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും ഞാൻ മലയാളത്തിലാണ് പറയുന്നത്, പക്ഷേ അത് യൂട്യൂബിൻ്റെ നമ്മൾ സിസ്റ്റം അത് നമ്മൾ മാറ്റിയിടുക സെറ്റിങ്സിൽ. അപ്പോൾ സെറ്റിങ്സിൽ ഇപ്പം നമ്മുടെ വീഡിയോയുടെ മുകളിൽ തൊട്ട് മുകളിലുള്ള 3 ഡോട്ടിൽ 3 ഡോട്ടുണ്ട്. ആ 3 ഡോട്ടിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പം അതിൽ ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മലയാളം എന്ന് പറഞ്ഞ് നമ്മൾ ആക്കിയിട്ടാൽ മതി. അപ്പം നമ്മളുടെ വീഡിയോ മലയാളത്തിൽ കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മഴക്കാലമാണ്, എല്ലാവരും സൂക്ഷിച്ചൊക്കെ ഇരിക്കുക. എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. യൂണിവേഴ്സ് പ്ലീസ് പ്രേഡ് us. യൂണിവേഴ്സ് പ്ലീസ് പ്രേഡ് us. Universe, please pray us. Seven of Wands, 2 of Pentacles, and Magician, Four of Pentacles, King of Wands, 3 of Swords. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, ദ ഹൈ പ്രീസ്റ്റ് ആൻഡ് ക്യൂൻ ഓഫ് സോർട്സ് ആൻഡ് പേജ് ഓഫ് കപ്സ്, ദ ഹാങ്ഡ് മാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റീഡിങ്ങിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവർ വലിയ തരത്തിൽ എന്തോ വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങി നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിട്ടുള്ള ഒരു സ്പ്രെഡ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുക ഈ ഒരു സ്പ്രെഡാണ് ദ ഹാങ്ഡ് മാൻ എന്നുള്ള ഒരു എനർജി. ഹാങ്ഡ് മാൻ എന്നുള്ള ഒരു എനർജിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തിനെ വല്ലാതെ അലയ്ക്കുന്ന അല്ലെങ്കിൽ അലട്ടുന്ന ഒരു പ്രശ്നം ഇപ്പം ഇവരുടെ ലൈഫിലുണ്ട്. ഇവർക്കതിൽ പെട്ടെന്ന് ആ ഒരു പ്രശ്നം തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ്. അത് കുറച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ്. ആ ഒരു വലിയൊരു പ്രശ്നത്തിൽ പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്കത് ഇപ്പോൾ ഇവരൊരു നിസ്സഹായരായിട്ട് നിൽക്കുന്നു എന്ന് ഈ റീഡിങ്ങിൽ വളരെ വ്യക്തമാണ്. അതായത് ഇവരൊറ്റപ്പെട്ടു പോയെന്നാണ് കാണാൻ കഴിയുന്നത്. അതായത് ഒരു നിസ്സഹായതയും ഒരു ഒറ്റപ്പെടലിൻ്റെയും ഒരവസ്ഥയെന്ന് പറയുമ്പം അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, അല്ലെങ്കിൽ കുറ്റക്കാരനായിട്ടോ കുറ്റക്കാരിയായിട്ടോ ഈ വ്യക്തിയാണ് ഇപ്പം വന്നിരിക്കുന്നതെന്ന് സാരം. ചിലപ്പോൾ ഇപ്പം ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അങ്ങനെ എന്തെങ്കിലും സെല്ല് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തോ ഒരു ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഒരു പാളിച്ചകൾ ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്നല്ല, ഈ വ്യക്തിയുടെ അശ്രദ്ധ കൊണ്ട് ഈ വ്യക്തിക്ക് അത് തൻ്റെ മേലിലിപ്പം കുറ്റം ചുമത്തുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം ഈ പേഴ്സണ് വന്നിരിക്കുന്നത്. അതായത് ഇവർ സ്വയമേ ചെയ്തൊരു തെറ്റല്ലെങ്കിലും മറ്റൊരു വ്യക്തിയുടെ തെറ്റ്
ഈ പേഴ്സൻ്റെ മേളിൽ വന്ന് പതിഞ്ഞിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ മറ്റൊരു വ്യക്തി ചെയ്തതിൻ്റെ തെറ്റ് മൂലം ഈ പേഴ്സൺ ഇപ്പം തൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നിന്നിട്ടുള്ളൊരവസ്ഥ കാണപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ചെയ്തതിൻ്റെ തെറ്റ് അത് ഈ പേഴ്സണ് പറയാനുള്ള ഒരു സമയം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സാഹചര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഈ പേഴ്സൺ ഒന്നില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കേണ്ട ഒരവസ്ഥയിലേക്കായിരിക്കും ഇപ്പം ആ ഒരു പേഴ്സൺ ഫേസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥ മുന്നിൽ കണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് കൂടുതലായിട്ട് ഫിനാൻഷ്യലി ബന്ധപ്പെട്ടാണ്. ഈ പണം എന്ന് പറയുന്ന ഒരു കാര്യം ആണ് ഇപ്പോൾ ഈ പേഴ്സണ് വലിയൊരു പ്രശ്നമായിട്ട് ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓൾറെഡി ഇവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കടവും കടബാധ്യതകളും കടക്കെണിയിലൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ, നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ ഈ പേഴ്സണ് ഇങ്ങനൊരു പ്രശ്നം കൂടെ വന്നിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഈ പേഴ്സണ് ഒരു സമനില തെറ്റിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ നിങ്ങളോട് അനാവശ്യമായിട്ട് നിങ്ങളോട് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഫോണൊക്കെ കട്ട് ചെയ്ത് പോകാനും അല്ലെങ്കിൽ മെസ്സേജ് ഒന്നും റിപ്ലൈ ചെയ്യാനും, അതുപോലെ തന്നെ ഇപ്പം നിങ്ങളിൽ നിന്ന് സംസാരിക്കാൻ പോലും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കില്ല. ഇപ്പോൾ ഈ പേഴ്സൺ വീട്ടിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിലും, മീൻസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലിവിങ് ടുഗെദർ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലും, ഈ പേഴ്സണ് പ്രത്യേകിച്ച് നിങ്ങളോട് യാതൊരു ഫീലിങ്സും പണ്ടത്തെ പോലെ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടായിരിക്കില്ല. ഈ മാറ്റം തുടങ്ങിയിട്ട് അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല. കൂടിപ്പോയൊരാഴ്ച അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2-3 ആഴ്ച 2-3 ആഴ്ച കൂടിപ്പോയി, അത്ര മാത്രമേ ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനപരമായിട്ട് ഈ പേഴ്സൺ ഒരു അന്തരീക്ഷമില്ലാത്ത ഒരു സിറ്റുവേഷൻസ് ആണ് കാണാൻ കഴിയുന്നത്. ഇവരെ വല്ലാതെ തളർത്തുന്നുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നും എടുത്ത് പണം തിരിച്ചു മറിക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ല ഇപ്പോൾ ഈ പേഴ്സൺ നിൽക്കുന്നത്. മേ ബി ഇപ്പം സാമ്പത്തികമായതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ഇപ്പം മറ്റുള്ളവർ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. അവരുടെ പണം അല്ലെങ്കിൽ ഇവർ ആ ഒരു പണം കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഓൾറെഡി ഈ പേഴ്സൺ ഒരുപാട് കടവും കടക്കണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഇങ്ങനൊരു ജോലിയും കൂടെ നഷ്ടപ്പെട്ടപ്പം ഒരു ഫിനാൻഷ്യലി ഒരു സ്റ്റേബിൾ ആക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു ഇംബാലൻസിങ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവരെങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം ആദ്യമായിട്ടാണ് ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറക്കാൻ അവർക്കൊരു സമയമില്ല. അതേപോലെ തന്നെ തുറന്ന് സംസാരിക്കുവാനുള്ള ഒരു മനസ്സും ഇല്ലാത്ത ഇപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. എപ്പോഴും പണം എന്നുള്ളൊരു ചിന്തയാണ് ഇവർക്ക് ഉള്ളത്. അതായത് പണം ഉണ്ടാക്കണമെന്ന്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കണമെന്ന്, അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് തൻ്റെ കരിയർ ഒന്ന് ഡെവലപ്പ് ആക്കണം എന്നുള്ളൊരു ചിന്തകൾ ഈ പേഴ്സണുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തി പ്രായം കുറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാവാം. അതായത് ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ 10-22 വയസ്സുള്ളൊരു ചെറിയ ഒരു കുട്ടിയാവാനും സാധ്യതയുണ്ട്. പക്ഷേ തൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. ഈ വ്യക്തിനെ അലട്ടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ എത്ര പ്രായമായിട്ടുള്ളൊരു വ്യക്തി ആയിക്കോട്ടെ, പ്രായം കുറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ആയിക്കോട്ടെ, ആ ഒരു വ്യക്തിക്ക് ഇപ്പം നിലവിൽ മൊത്തത്തിലും ഈ ഫിനാൻസ് അല്ലെങ്കിൽ ഈ എപ്പോഴും പണം, അതായത് ഈ പണത്തിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലുമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിലവിൽ ആ ഒരു മനസ്സുറപ്പിച്ച് നിന്നിരിക്കുന്നത്. അല്ലാതെ ഈ ഒരു പേഴ്സണ് വേറെ ഒരു എയിമും ഇല്ല. ഒരു എയിമും ഇല്ലാത്തൊരു പേഴ്സണാണ് ഇപ്പം നിലവിൽ ഇവർ മനസ്സിൽ വിചാരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവരുടെ ഒരു കരിയർ ഗ്രോത്ത് ആക്കുക, അല്ലെങ്കിൽ ഇപ്പം ഈ പേഴ്സൺ ഇപ്പം കമ്പനിയിലേക്ക് തിരിച്ചു കയറുക, അല്ലെ സ്വന്തമായിട്ട് ഏതാണോ ഒരു സംരംഭം ഉണ്ടായിരുന്നത് അത് തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ താൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഏത് പ്ലേസിലാണോ അവിടേക്ക് കയറുക എന്നൊക്കെയാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നിലവിൽ ഈ പേഴ്സൺ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു പേഴ്സൺ ആണെന്നും കരിയറിൽ ഒരു ഡെവലപ്പ് ആക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഡിവൈൻ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്,
ഈ ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു റീസൺ ആണെങ്കിൽ ചില ആൾക്കാരുടെ വ്യക്തികളെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് ഈ ഒരു പേഴ്സൺ എബ്രോഡ് പോകാനിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ചിലപ്പോൾ വിസ മുടങ്ങി പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സണ് ഒരു എന്തോ ഒരു കാരണം കൊണ്ട് ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്, അവിടുന്ന് റിജക്റ്റ് ആക്കി വിട്ടിട്ടുണ്ട്. ആ ഒരു പേഴ്സണ് അതിൻ്റെ ഒരു ടെൻഷൻ കൂടിയുണ്ട്. അതായത് തനിക്ക് വിദേശത്ത് പോകാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ വിദേശത്ത് താൻ ആഗ്രഹിച്ച ഒരു ജോലി കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു മനസ്സാണിപ്പം ഈ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതും ഇവരെ സംബന്ധിച്ച് ഒരുപാട് അവരെ മാനസികപരമായിട്ട് തളർത്തുന്നുണ്ട്. അവർക്ക് എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവരുടെ എല്ലാ പ്രതീക്ഷകളും അവർ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇവരെ സംബന്ധിച്ച് ഏത് കാര്യത്തിലും ഒന്ന് തളർന്നു പോവുമെങ്കിലും പിന്നീട് അവർ പിടിച്ച് കയറുന്ന ഒരു പ്രകൃതമാണ്. ഇവർക്ക് ഭയങ്കര കഴിവുണ്ട്, എല്ലാത്തിനും ഭയങ്കരമായിട്ട് കഴിവുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളുടെ വ്യക്തി ഇത്രയൊക്കെ ആവണമെങ്കിൽ അവരുടെ കഴിവും കൊണ്ട് തന്നെയാണ് ഇത്രയെങ്കിലും ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ ഒരു സാഹചര്യത്തിനും തളർത്തി അങ്ങനെ അവിടെ തന്നെ ഇടാൻ പറ്റത്തില്ല. ആ തളരുന്ന സാഹചര്യത്തിൽ നിന്നും ഉണർന്നെണീറ്റ് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ അവരൊരു പോരാളിയാണ്. അവരെ സംബന്ധിച്ച് വളരെയധികം അവരുടെ ജീവിതത്തിന്, അവരുടെ കരിയറിന്, അവരുടെ ജോലി, അവരുടേതായിട്ടുള്ളൊരു സെൽഫിന് അവർ പ്രയോറിറ്റി കൊടുക്കുന്നൊരു പേഴ്സണാണ്. എന്ന് വെച്ച് നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകാത്തൊരു വ്യക്തിയായിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾക്കും പ്രയോറിറ്റി നൽകുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. പക്ഷേ ഇവരുടെ ഒരു മനസ്സിനെ സംബന്ധിച്ച് ഒരു പ്രശ്നം പിടിച്ച് ഉലച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താതെ മറ്റൊരു കാര്യത്തിലും ഇവർക്ക് ശ്രദ്ധയുണ്ടായിരിക്കില്ല. അതിലെല്ലാം അശ്രദ്ധയോടുകൂടിയായിരിക്കും ഈ വ്യക്തി നിൽക്കുന്നത്. നിലവിൽ അതുതന്നെയാണ് ഈ റിലേഷൻഷിപ്പിലും സംഭവിച്ചിട്ടുള്ളത്. ഈ പേഴ്സണെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവം ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ഈ പേഴ്സൺ എന്നെ വിളിക്കുന്നില്ല, സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല, അവർ പഴയ പോലെ അല്ല എന്നൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാവാം. ഈ സത്യാവസ്ഥ നിങ്ങൾ ഉടനെ അറിയുക. ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പം എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയും അല്ലെങ്കിൽ ഒരു കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലുമാണ് ഇപ്പം ഈ ഒരു വ്യക്തി ഉള്ളത്. ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ചിലപ്പം വിദേശത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവാം. മേ ബി ഇപ്പോൾ വിസ ക്യാൻസൽ ചെയ്തു, പക്ഷെ നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല, വിദേശത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചും കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വ്യക്തി അങ്ങനത്തെ ഒരു അവസ്ഥയിലുമാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നാടും വീടും എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് താൻ വിചാരിച്ച കാര്യങ്ങൾ പലതും നടക്കാതിരുന്നിട്ടുള്ള ഒരവസ്ഥയുമൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ ആ ഒരു മൈൻഡിലുള്ളത്. അല്ലെങ്കിൽ അവരുടെ അവസ്ഥയിൽ ഇപ്പോൾ ഉള്ളത് ഈ കാര്യങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുക. ഈ സമയം അവരെ വിട്ടിട്ട് പോകുന്നത് അത്ര നല്ലൊരു കാര്യം തന്നെയല്ല. ഇപ്പം ഈ ഒരു പേഴ്സണെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ വിളിക്കുമ്പോൾ നിങ്ങളൊരു ആശ്വാസത്തോടുകൂടി സംസാരിക്കുക. അതാണ് ഈ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ നല്ലത്. നിങ്ങൾക്ക് അഡ്വൈസ് തരുന്ന നിങ്ങൾ മാറി നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ ഒരു പേഴ്സണോട് ദേഷ്യപ്പെടാതിരിക്കുക. പരമാവധി അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക, ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അവരെ കൂടുതലായിട്ട് മൈൻഡ് ഡിസ്റ്റർബ് ആക്കാതിരിക്കുക. ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ അവർ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങൾ കൂടുതലായിട്ടും പ്രകോപിതമായിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വ്യക്തിക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കുകയും പിന്നീട് അവർ ആ ഒരു സമയം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഓരോ സംസാരങ്ങൾ സംസാരിക്കുകയും ഇത് പിന്നീട് ഒരു ബ്രേക്കപ്പിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴേ ഡിവൈൻ അഡ്വൈസ് തരുന്നത്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പം അവരുടേതായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വിടുക. നിങ്ങൾ ഈ സമയം താൽക്കാലികമായിട്ട് മാറി നിൽക്കുക. അവർ വിളിക്കുമ്പോൾ ഒരു ആശ്വാസത്തോടുകൂടി സംസാരിക്കുക. അല്ലെ, ഇപ്പം നിങ്ങൾ നേരിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എൻഡ്, അതായത് ഈ പേഴ്സൺ പറയുന്നോടം വരെ നമ്മൾ ക്ഷമിച്ച് നിന്നേ മതിയാവുള്ളൂ എന്നതാണ് ഇവിടെ പറയാൻ ഡിവൈൻ നമുക്ക് അഡ്വൈസ് തരുന്ന ഒരു കാര്യം. കാരണം ഇത് നിങ്ങൾ പാലിക്കുകയാണ് എങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു വിജയം കൂടെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ പേഴ്സൺ ഈ പ്രശ്നങ്ങളിൽ നിങ്ങൾ കൂടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് കൊടുക്കുന്ന ഒരു ആശ്വാസ വാക്കുകൾ എന്ന് പറയുന്ന ആ ഒരു പേഴ്സണ് കൂടുതലായിട്ട് പ്രചോദനമേകും. അതുപോലെ തന്നെ താൻ ആ ഒരു തളർന്നു നിന്നിട്ടുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു മനസ്സിലാക്കലുകളിലേക്കും നിങ്ങളുടെ വ്യക്തി മൈൻഡ് കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ബോണ്ടിങ്, കൂടുതലായിട്ട് ഈ ബന്ധത്തിൽ ഒരു ശക്തി ആർജിക്കുവാനും കൂടുതലായിട്ടും സ്നേഹം കിട്ടുവാനും ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അറ്റൻഷൻ ഉണ്ട്. ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സ്നേഹം, ആ ഒരു വ്യക്തിയുടെ മനസ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ആ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്ഥാനം, ഇതൊക്കെ ഈ ഒരു അറ്റൻഷനൊക്കെ നിങ്ങളിപ്പോൾ ഇത് പാലിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. ഇതാണ് നമുക്കിന്ന് തരുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. ഓണം ഓഫർ തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ അകത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് വളരെ ക്ലിയറായിട്ടും ഡിവൈൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ മഴയാണ്, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കുക എല്ലാവരും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബായ്.